പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജിത്താണ്. സജിത് കോട്ടൂർ വ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് നിൽക്കുന്നത്. അപ്പം 2-3 ദിവസമായി നമ്മളിപ്പോൾ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്നും ഞാനൊരു കുഞ്ഞ് യാത്ര ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ മുമ്പ് യാത്ര ചെയ്തൊരു സ്ഥലമാണ് നമ്മുടെ തണ്ണിപ്പാറ, അതുപോലെ കൈതപ്പാറ, പിന്നെ നമ്മുടെ കാരിക്കെട്ട് വ്യൂ പോയിൻ്റ്. അപ്പോൾ ഈ ഒരു 3 സ്ഥലങ്ങളെല്ലാം കൂടെ ഒരു വീഡിയോയിൽ വെച്ചിട്ട് അങ്ങ് ചെയ്യാൻ പോവുകയാണ്. അപ്പം പുതിയതായിട്ട് നമുക്ക് ഒരുപാട് ഫാമിലിയിൽ പുതിയ അംഗങ്ങൾ വന്നിട്ടുണ്ട്. അവരാരും നമ്മളുടെ വീഡിയോസൊന്നും കണ്ടിട്ടില്ല ഈ ഒരു സ്ഥലങ്ങളെ പറ്റിയിട്ട്. അപ്പോൾ എന്തായാലും എൻ്റെ കയ്യിലിപ്പോൾ സ്വന്തമായിട്ടൊരു ക്യാമറ ഉള്ളത് കൊണ്ട് തന്നെ നല്ലതുപോലെ ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടിയാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി കാണുന്നത് കണ്ട, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, പുറകിൽ കണ്ട അടിപൊളിയൊരു പുൽമേടാണ്. അതും ഈ ഒരു കാലാവസ്ഥയിൽ ഈ ഒരു സ്ഥലങ്ങളൊക്കെ കാണാൻ അടിപൊളിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും സജിത് കോട്ടൂർ വ്ലോഗ് എന്ന് പറഞ്ഞ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിൽക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ നിൽക്കുന്നത് തണ്ണിപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾ കണ്ടു നോക്കുക, എന്ത് മനോഹരമായിട്ടാണ് ഈ ഒരു പുല്ലെല്ലാം ഇങ്ങനെ കിളിർത്ത് കിടക്കുന്നതെന്നതാ. ഇതാണ് കേട്ടോ ആ ഒരു പാറയുടെ വ്യൂ എന്ന് പറയുന്നത്. കണ്ട, ഈ ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്കിതാ അഗസ്ത്യാർ കൂടമാണ് ആ സൈഡുള്ളത്, പിന്നെ നാച്ചിയാർ മോട്ട, പിന്നെ പൊന്മുടി അങ്ങോട്ടുള്ള ഭാഗങ്ങൾ. സൂക്ഷിച്ച് നോക്കിയാൽ ആ ഒരു സ്ഥലത്തൊരു വെള്ളച്ചാട്ടമുണ്ട്. അതിപ്പോൾ ഗോപ്രോയിലായതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. അപ്പോൾ എന്തായാലും ഇനി ഇവിടുത്തെ ഈ ഒരു കുഞ്ഞു കാഴ്ചകൾ നമുക്കൊരു അടിപൊളിയായിട്ട് നമുക്ക് കണ്ടാലോ. മൺസൂൺ സമയത്ത് നമ്മൾ ഈ ഒരു പാറയിൽ വരുവാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളും ഇവിടുത്തെ കാറ്റും. ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ കേൾക്കാം നിങ്ങൾക്ക്. കാറ്റ് കണ്ടോ, നല്ല രസമാണ് കേട്ടോ കാറ്റും. പിന്നെ നാച്ചിയാർ മോട്ട കണ്ടിരിക്കാനും, പിന്നെ അഗസ്ത്യാർ മല തെളിയുവാണെങ്കിൽ അഗസ്ത്യമലയിലെ കാഴ്ചകളൊക്കെ കാണാനും ഒരുപാട് ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു തണ്ണിപ്പാറ എന്ന് പറയുന്നത്. എല്ലാ ദിവസവും നമ്മൾ യാത്ര പോകുമ്പോൾ നമ്മളുടെ കൂടെ ഒരു ഗൈഡ് കാണും. പക്ഷേ ഇന്ന് എൻ്റെ കൂടെ ഗൈഡ് ആയിട്ട് ഒരു പയ്യന്മാരുമില്ല, കഴിഞ്ഞ യാത്രയിൽ പോലെ തന്നെയാണ്. പക്ഷേ ഇന്ന് അതിന് പകരം നമ്മുടെ ഒരു വീഡിയോ ഒരുപാട് സുഹൃത്തുക്കൾ കണ്ടിട്ടുണ്ട്. നമ്മളെ വീഡിയോയിൽ വന്നിട്ടുള്ള നമ്മുടെ സ്വന്തം ഡോവിയാണ് ഇന്നെൻ്റെ കൂട്ടിന് വരുന്നത്. എൻ്റെ വീട്ടിലെ പട്ടിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പുള്ളിക്കാരൻ്റെ അടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിക്കുക. അതാണ് നമ്മുടെ ഡോവി. ഡോവി, എന്നെ നീ കൊണ്ടുപോകില്ലേടാ, നീ എൻ്റെ കൂട്ടിനല്ലേ വന്നത് അല്ലേ? നമ്മളെ ഡോവിക്കുട്ടൻ പാവമാണ് കേട്ടോ. പുള്ളിക്കാരൻ നമ്മൾ എവിടെ വിളിച്ചാലും കൂട്ടിന് വരും. പിന്നെ ഇപ്പോൾ ചങ്ങലയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് പുള്ളീനെ. കാരണം ഇവിടെ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ പട്ടീനെ എവിടെയാണ് കെട്ടി വെച്ചിരിക്കുന്നത്, അവിടെ നിന്ന് തൊട്ടിപ്പുറത്തുണ്ട്. ഇവിടെ എന്തോ മൃഗങ്ങളൊക്കെ കണ്ട വന്ന് ഇരുന്നിട്ടുള്ള പാടാണ്. പുലിയല്ല, ഇവന് കേഴ എന്തോ ഇതാണ്. വന്നപ്പം നമ്മൾ വേറൊരു മൃഗത്തിനെയും കൂടെ കണ്ടു കേട്ടോ. നമ്മുടെ കേഴമാനെ നമ്മൾ കണ്ടു. അപ്പോൾ അധികം നമ്മുടെ ബാഗൊക്കെ ഒന്ന് പാക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഡോവി, നമുക്ക് പോയാലോ ഡോവി? ഇത് ഞാൻ എടുത്തു വെച്ച തോർത്താണ്. അപ്പോൾ ഇതൊന്ന് മടക്കി ബാഗിനകത്ത് ഇടണം. പിന്നെ നമ്മളെ ഡോവി കുട്ടനെയും കൂടെ ഒന്ന് വിളിക്കണം. ഓക്കെ ഡോവി, പോയാലോ നമുക്ക്? അത് ഇരിക്കട്ടെ. എണീ പോകാം. ഒരു കത്തി ഉണ്ട് കേട്ടോ, കത്തി എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ ഡോവിനെ വിളിക്കണം. ഡോവിനി പൊക്കളയാം. ബാ 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 നിൽക്കി ഞാൻ ബാഗ് ഇട്ടോട്ടെ. ബാ 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 ഞാൻ ബാഗ് ഇട്ടട്ടെ. എനിക്ക് പോകാൻ പോകാം. എനിക്ക് ബാഗ് ഇട്ടോ. ബാഗ് ഇട്ടിട്ട് നമുക്ക് പതിയെ അങ്ങോട്ട് പോവാവേ. ബാ. അപ്പോൾ ഇനി ഡോവിക്കുട്ടനെ നമ്മൾ ചങ്ങലയിൽ നിന്ന് അഴിച്ചുവിടാനായിട്ട് പാടാണ് കേട്ടോ. സംഭവം നമുക്ക് കാരിക്കെട്ട് വ്യൂ പോയിൻറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഡോവിനെ ചങ്ങലയ്ക്ക് അഴിച്ചു വിടാം. അപ്പോൾ ഡോവിനെ നമ്മൾ മുന്നിൽ ഇങ്ങനെ വിടുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത്, പട്ടികളുണ്ടെങ്കിൽ നമുക്ക് മൃഗങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. അപ്പം എന്താ പട്ടി മണം പിടിക്കുന്നുണ്ട്, എനിക്ക് കുരയ്ക്കും. മൃഗങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പട്ടി കുരയ്ക്കുന്നതായിരിക്കും. പോട്ട് ഡോവി പോട്ട്. അപ്പോൾ ഡോവി പോകുന്ന ആ ഒരു പാതയിലൂടെ നമുക്കും പോകാൻ പറ്റുള്ളൂ. ഡോവിക്കൊരു ഉദ്ദേശമൊക്കെ അറിയാം, മുമ്പ് പോയിട്ടുള്ളതുകൊണ്ട്. ഡോവി അതിലേ ഇറങ്ങിയിട്ട് ഇതിലേ പോടാ. ഓക്കെ ബാ ഇതിലേ വാ. തണ്ണിപ്പാറ കഴിഞ്ഞ് തൊട്ടിപ്പുറത്ത് വരുമ്പോൾ കാണുന്ന ഒരു കുഞ്ഞ് പാറയാണ് കേട്ടോ ഇത്. ഇവിടെ കാണാൻ അടിപൊളിയല്ലേ? ഡോവി പതിയെ നടാ, ഞാൻ ചിറക്കി അടിച്ച് വീഴും. പതിയെ പോട്ടി. പട്ടി മുമ്പിൽ സ്പീഡിന് പോയി കഴിഞ്ഞാൽ ഞാൻ പെട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു മുകളിലൂടെയുള്ളൊരു സ്ഥലത്തൂടെയാണ് പതിയാണ് നമ്മൾ യാത്ര ചെയ്ത് പോകുന്നത്. കാടിനുള്ളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം ഫുൾ കൈ ഷർട്ട് അതൊക്കെ ഇടാൻ നോക്കുക. കാരണം അല്ലെങ്കിൽ പുല്ല് കാട് കയറുമ്പോൾ ഭയങ്കര ചൊറിച്ചിലായിരിക്കും കയ്യിൽ കൂടി കഴിഞ്ഞാൽ ഈ ഒരു പുല്ല്. അപ്പം പട്ടി വെള്ളം കുടിക്കുകയാണ് കേട്ടോ. പുള്ളിക്കാരൻ നടന്ന് തളർന്ന് അങ്ങനെ വെള്ളം കുടിക്കുകയാണ്. ഏകദേശം നമ്മൾ കൈതപ്പാറ എത്താറായിട്ടുണ്ട്. ഈ പട്ടി മഹാലിമ്പ് പട്ടി. എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പട്ടി നേരെ വരെയൊന്നുമില്ല കേട്ടോ. വിളിച്ച് കഴിഞ്ഞാൽ പട്ടിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൂടെ പോയിക്കൊണ്ടിരിക്കും. നമ്മളും പട്ടിയും വേറെ സ്ഥലത്തായാൽ പിന്നെ പട്ടി കൂടെ വരും. പിന്നെ നമ്മളെ കൂടെ എപ്പോഴും ഉള്ളത് നല്ലതാണ്. പട്ടി ഓരോന്നിൻ്റെ മണം പിടിച്ച് പട്ടി അങ്ങോട്ടെങ്കിലും ഇങ്ങോട്ട് വാ പോവും. അപ്പം നമുക്ക് പോയി വരാനുള്ള സമയം താമസിക്കും. അപ്പോൾ അതുകൊണ്ട് പട്ടീനെ കൂടെ തന്നെ കൂട്ടണം. കയറി
ഈ ഒരു സ്ഥലത്ത് കണ്ട കുറച്ച് കൈതയൊക്കെ കിടപ്പുണ്ട്. ആറ്റുകഴുത കൈത എന്ന് പറയുന്ന ചെടി. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കൈതപ്പാറ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ അങ്ങോട്ട് വെള്ളമൊക്കെ എടുക്കുന്നത് കേട്ടോ, ഞങ്ങളെ വീട്ടിൻ്റെ അവിടെയൊക്കെ ഉള്ളവർ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നേരെ ഈ ഒരു ചെളിയൊക്കെ കയറി വേണം നമുക്ക് നമ്മുടെ കാരിക്കെട്ട് വ്യൂ പോയിൻറ്റിൻ്റെ തുടക്കത്തേക്ക് എത്തിപ്പെടാനായിട്ട്. അപ്പോൾ ഉണ്ണി പോട്ട് ഡോവി പോട്ട്, പതിയെ പോട്ട്. ഈ ഒരു സ്ഥലത്ത് കണ്ട മൊത്തം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലിട്ട മറ്റേ ഈന്തെന്ന് പറയുന്ന ചെടിയാണ് കേട്ടോ. ഈ ഭാഗം മൊത്തം കണ്ട, അതിലൊക്കെ കണ്ട കായിരിക്കുന്നത് മൊത്തം കായും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ ഈന്തിലെല്ലാം. എന്താ അതിൽ കായുണ്ട്, കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടെ. പട്ടിയാണെങ്കിൽ നേരെ പോവേയില്ല. ഈ പട്ടി നേരെ പോകട്ടെ, എന്തോന്ന് ശല്യം കേട്ടോ അതിന്. കൂട്ടിന് വന്നേക്കെ ശരി തന്നെ. കയറി പോട്ട്, കയറാ. അങ്ങനെ പോട്ട്. പുള്ളിക്കാരൻ നല്ല ദൂരം പോവും. എത്ര ദൂരം വേണമെങ്കിലും നമ്മൾ ആൾ കൂടെ ഉണ്ടെങ്കിൽ പുള്ളിക്കാരൻ എത്ര കിലോമീറ്റർ ഉണ്ടെങ്കിലും ഡെയിലി നടക്കും കേട്ടോ. പിന്നെ ഫുഡ് കൂടുതൽ കൊടുത്താൽ നടക്കില്ല, ഒരു പരിധിക്ക് ഫുഡ് കൊടുത്താൽ നടക്കും. ഞാൻ അത്യാവശ്യം തളർന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഈ പട്ടിയാണെങ്കിൽ നേരെ പോകില്ല. ഞാൻ പുല്ലിൻ്റെ കാടൊന്നും ഇല്ലാത്ത സ്ഥലത്തൂടെ പോകാൻ നോക്കുമ്പോൾ ഈ പട്ടിയാണെങ്കിൽ പോകണം മൊത്തം പുല്ലും കാട്ടിനകത്തൂടി. ദേഹം ഞാനൊരു ട്രൗസറാണ് ഇട്ടിരിക്കുന്നത്, നേരത്തെ വീഡിയോ കണ്ടല്ലോ. ഫുള്ള് ചൊറിച്ചിലാണ് ഈ കാട്ടിൽ കിടക്കുന്ന ഈ പുല്ല് കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര ചൊറിച്ചിലാണ്. കാലും കൈവിനെ ഷർട്ടടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, കാലൊക്കെ ഭയങ്കരമായിട്ട് ചൊറിയണുണ്ട്. ഇപ്പോൾ ഓവിനെ അഴിച്ചു വിട്ടിട്ടുണ്ട്, പുള്ളിക്കാരൻ വരും. വാടാ ഇതിലേ വാ ഇങ്ങോട്ട്. അപ്പം ഡോവി കൂട്ടത്ത് വരും. അപ്പം നമ്മൾ കാരിക്കെട്ട് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ തുടക്കം എത്തിയിട്ടുണ്ട്. പുറകിൽ കണ്ട നമ്മൾ നേരത്തെ കണ്ട മലകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണുന്നത്. എൻ്റെ കൂടെ വന്ന ഡോവി എൻ്റെ കൂടെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഡോവി ഇനി പതിയെ നടക്കണേ അങ്ങോട്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ഈ വനത്തിലെ ക്ഷേത്രമായിട്ടാണ് ഈ കല്ലും കാര്യങ്ങളൊക്കെ ഒരു സങ്കല്പമാണ്, ഗണപതി ക്ഷേത്രമായിട്ട്. അപ്പോൾ ഞാനിവിടെ നിന്ന് തൊഴുതിട്ടൊക്കെ ഞാനിനി വനത്തിനുള്ളിലോട്ട് യാത്ര ചെയ്യത്തുള്ളൂ. അങ്ങനെ വനത്തിലെ ദൈവങ്ങളെയൊക്കെ ഞാൻ വിളിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ വിചാരിച്ചു ഞാൻ ഇല്ലാത്തതുകൊണ്ട് പട്ടി പോകുന്നു, പക്ഷെ പട്ടി പോയില്ല കേട്ടാ. ഇതിൽ അങ്ങനെ പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല. അപ്പം ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാരിക്കെട്ട് വ്യൂ പോയിൻറ്റിൽ ഒരുപാട് ഭാഗങ്ങളൊക്കെ ഉണ്ട് അപ്പുറത്ത്, അങ്ങനെ ആ സൈഡെല്ലാം. അപ്പം നമ്മൾ ആ ഒരു സൈഡിലെല്ലാം പോയാലും ഇവിടെ ഈ ഒരു ഭാഗം കണ്ട, ഇവിടെ എപ്പോഴും വന്നാലും ഈ ഒരു ഭാഗവും ഈ സ്ഥലത്തെല്ലാം എപ്പോഴും വന്നാലും നമുക്ക് കുടിക്കാൻ വേണ്ടി വെള്ളം കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത്. അപ്പം കണ്ട ഡോവി അവിടെ നിന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗം ഈ കുഞ്ഞു ഭാഗം ഇവിടെ ഇത്രയും, നമുക്ക് ഒരാൾക്ക് എത്ര ദാഹിച്ചു വന്നാലും ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ വേണ്ടിയുള്ള വെള്ളം ഇവിടെ നമുക്ക് കിട്ടും, എത്ര വേനലടിച്ചാലും. അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത. വ്യൂ പോയിൻറ്റിൽ ഈ ഒരു സമയത്ത് മഴ പെയ്തത് കൊണ്ട് തന്നെ ഇവിടെ എല്ലാം അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ. ഈ ഒരു പാറയിലെല്ലാം വേനൽ സമയം ആയിക്കഴിഞ്ഞാൽ ഇവിടെയൊന്നും വെള്ളം കാണില്ല. ഞാൻ താഴെ പറഞ്ഞ ആ ഒരു സ്ഥലത്ത് മാത്രം വെള്ളം കാണും. അപ്പോൾ ഡോവി എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ പതിയെയാണ് നടക്കുന്നത്. കാരണം ദൂരോട്ടുള്ള സ്ഥലങ്ങളൊക്കെ നോക്കി അങ്ങനെയാണ് കേട്ടോ നടക്കുന്നത്. അപ്പം പിന്നെ ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പട്ടീനെ കൊണ്ടുവന്നത്. അപ്പം ഒരുപാട് പേര് നമ്മളെ അടുത്ത് കമൻ്റ് ഇട്ടിരുന്നു, ആരെങ്കിലും കൂട്ടത്ത് കൂട്ടിക്കൂടെ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഗൈഡായിട്ട് തന്നെയാണ് ഇന്ന് ഡോഗിനെ കൂട്ടിക്കൊണ്ട് വന്നത്. എന്തെങ്കിലും മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും, പട്ടി കുരയ്ക്കും. ഡോബി വാടാ, ഡോബി വേണ്ട, അവൻ വന്നോളൂ, വിളിച്ചാൽ മതി, കൂടെ വന്നോളൂ. ഡോബി ഇതിലേ വാടാ. പക്ഷെ ഡോബി ഭയങ്കര വഴി തെറ്റിക്കലാണെന്ന്. എടാ ഇതിലേ വാ ഡോബി. ഇതിലേ കുറേ അങ്ങ് മുകളിലൂടെ കയറിക്കഴിഞ്ഞാൽ നമുക്ക് കാരിക്കെട്ട് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് നമുക്ക് എത്താൻ പറ്റും. അതിൻ്റെ തുടക്കം താഴെ തുടക്കമാണെങ്കിലും വ്യൂ കിട്ടുന്നത് ഇതിന് ടോപ്പിൽ കയറുമ്പോഴാണ്. ഈ ഒരു കുന്നിന് മുകളിൽ കയറുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഇതിന് മുകളിൽ നിന്ന് കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ അത് നമ്മളെ ഓഡിയൻസിന് മുമ്പിൽ നല്ല കാഴ്ചകളാക്കിയിട്ട് എത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ അത് സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ കൂട്ടത്ത് ആരും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ വീട്ടിലെ പട്ടിയായ ഡോവിനെയും കൂട്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് യാത്ര ചെയ്തത്. അപ്പോൾ അതേ നടന്ന് വ്യൂ പോയിൻറ്റിൻ്റെ വ്യൂ കാണാൻ പറ്റുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്താറായിട്ടുണ്ട്. ഇതാ കണ്ടോ, പുറകിൽ കണ്ടോ മൊത്തം പുല്ലുകളാണ്. ഈ മൺസൂൺ സമയത്ത് മാത്രമാണ് ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നത്. ഇത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടോ, പുല്ലെല്ലാം പച്ചപ്പായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എല്ലാം ഭൂമി പോലെയാണ്. എന്നാൽ താഴെ സൈഡൊക്കെ അത്യാവശ്യം ഇതുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതിനൊക്കെ നമ്മൾ പോയ ആ ഒരു സ്ഥലമൊക്കെ
അപ്പോൾ നമ്മൾ വ്യൂ പോയിന്റിൽ എത്തിക്കായി. ഞാനും ഡോബിയും കൂടെ ഈ കാണുന്ന ഈ സ്ഥലത്തു നിന്നാണ് വന്നത്. അതിലേ വന്നു. കാരിക്കറ്റ് വ്യൂ പോയിന്റിൻ്റെ വ്യൂ കിട്ടുന്ന കുറച്ച് സ്ഥലമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അക്കരെ കാണുന്ന അതും അടിപൊളി ഒരു വ്യൂ പോയിൻ്റാണ് നമ്മുടെ കതിർമുടിക്കാരി എന്ന് പറയുന്നത്. കതിർമുടി ട്രക്കിംഗ് ഒക്കെ ഉള്ള ഒരു സ്പോട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ അവിടെയും ട്രക്കിംഗ് ഒക്കെ അലൗഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ അലൗഡ് അല്ല. അപ്പോൾ ഡോബിയും ഞാനും അങ്ങനെ ഒരു പേഴെന്ന് പറയുന്ന മരത്തിൻ്റെ മൂട്ടിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ചൂടടിച്ച് നടന്നാൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള പേഴ് മരങ്ങൾ, അങ്ങനത്തെ മരങ്ങളുടെ മൂട്ടിൽ നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും. അപ്പം തീരെ ഫുള്ള് മൊട്ടക്കൊന്നൊന്നുമല്ല കേട്ടോ. നമുക്ക് ഇരിക്കാനും തണുപ്പടിച്ചിരിക്കാനൊക്കെ പറ്റിയ മരങ്ങളുണ്ട്. നമുക്ക് നല്ല കാറ്റൊക്കെ അടിച്ചിരിക്കാൻ പറ്റിയ മരത്തിൻ്റെ മൂടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ മരങ്ങളുടെ മൂട്ടിലോ നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാവുന്നതാണ്. ഡോബി, അപ്പോൾ നമുക്കിനി യാത്ര തിരിച്ചാലോ? ഡോബി കുട്ടാ പോവാടാ. നമുക്ക് കഴിക്കാനൊക്കെ തരാൻ കേട്ടോ. നീ വീട്ടിൽ നിന്ന് വന്നേല്ലേ? ഇപ്പോൾ എൻ്റെ കൂടെ വന്നു കേട്ടോ പുള്ളിക്കാരൻ വിളിച്ചപ്പം. വരും, എവിടെയാണെങ്കിലും വരും ഡോബി കുട്ട. അല്ലേ ഡോബി? കതിർമുടിക്കാരിയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ പതിയെ ഞങ്ങൾ അതിന് സൈഡിൽ കൂടെ ഇവിടുത്തെ താഴെ സൈഡിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്കിങ്ങനെ നടക്കാം. ഈ ഒരു സ്പോട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് 2 ഡാമുകൾ കാണാൻ പറ്റും കേട്ടോ. ഒന്ന് കാണുന്ന റിസർവോയർ കണ്ടോ. ഇവിടെ ഒന്നും അധികം കാണാൻ പറ്റത്തില്ല, നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. ആ സൈഡിലൊരു ഡാമുണ്ട്, പേപ്പാറ ഡാമും, ഈ സൈഡിൽ നെയ്യാർ ഡാമും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ സൈഡിലൂടെ തന്നെ ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് പതിയെ നല്ല വ്യൂ കിട്ടുന്ന സ്ഥലത്തേക്ക് നമുക്ക് യാത്ര ചെയ്യാം. ഡോബി വാടാ, നമുക്ക് ഇതിലേ നടക്കാം. വാ. ഡോബി അങ്ങ് പോയി. ഞാൻ ഈ ഒരു സൈഡിലൂടെ ഇനി നടന്നു നോക്കാം. ആ സൈഡിൽ അങ്ങോട്ട് കുറച്ച് കൊക്കയും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ തൊപ്പി വെച്ചിരിക്കുകയാണ്. അപ്പം ചിലപ്പം തൊപ്പി അടിച്ച് കാറ്റെടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇതൊന്നും കാണൂല ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സൈഡിൽ കൂടെ നടന്ന് നമ്മുടെ ഈ ഒരു കാരിക്കറ്റ് വ്യൂ പോയിൻറ്റിന് തൊട്ട് നടുക്കൂടെയാണ് കേട്ടോ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ ഒരുപാട് കല്ലുകൂട്ടങ്ങളാണ്. ഇങ്ങനത്തെ കല്ലുകൂട്ടങ്ങളാണ്. ഇത് ആരൊക്കെ ഇങ്ങനെ ഒന്ന് അടുക്കി വയ്ക്കുന്നതാണ്. കാണാനൊക്കെ വരുന്നവർ വന്നിട്ട് ഇതുപോലെ അടുക്കി വയ്ക്കും. കണ്ടോ, കാണാൻ നല്ല രസമില്ലേ? ഈ ഒരു സ്ഥലത്തുണ്ട് അധികം ജലാംശമൊന്നുമില്ല. അപ്പം കണ്ടോ, ഇവിടെ പുല്ലൊന്നും അധികം പച്ചപ്പും കാര്യങ്ങളൊന്നുമില്ല. ഫുള്ളും ഈ വെയിലടിക്കുന്നുണ്ട്. ഈ പാറയുടെ ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവിടെ കണ്ടോ അധികം പച്ചപ്പൊന്നുമില്ല. പക്ഷേ താഴെ സൈഡിലോട്ടൊക്കെ വന്നപ്പോൾ അവിടെയൊക്കെ നല്ല പച്ചപ്പുണ്ടായിരുന്നു. അടുത്തൊരു മരം കണ്ട, ഇതും പേഴെന്ന് പറഞ്ഞൊരു മരമാണ്. ഇതിൻ്റെ മൂട്ടിൽ വേണമെങ്കിൽ നമുക്കൊന്ന് ഇരിക്കാൻ പറ്റും. കണ്ട, നല്ല തണുപ്പാണ്. നല്ല തണുപ്പാണ് ഇവിടെ. കുറച്ച് സ്ഥലമുണ്ട്. ഇതേപോലെ ഫുള്ളായിട്ടുള്ളൊരു മുട്ടക്കൊന്നൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുട്ടക്കൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ വന്നിരിക്കാൻ പറ്റും ഓരോരോ സ്ഥലങ്ങളിലൊക്കെ. ഡോബി ഭയങ്കര ഓട്ടമാണ്, ഒരു രക്ഷയില്ല. പട്ടിയാണെങ്കിൽ നടക്കുന്ന നടത്തുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു സ്ഥലം പതിയെ പോകുമ്പോൾ ഈ പട്ടിയാണെങ്കിൽ വേറൊരു സ്ഥലം പോകും. പട്ടി എങ്ങോട്ടെങ്കിലും പോയാൽ വീട്ടുകാരെ നിന്ന് കേൾക്കണം മൊത്തം ഞാനായിരിക്കും. അപ്പം കണ്ടോ, ഇതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഇവിടുത്തെ പൂവുകളാണ് കേട്ടോ. കണ്ട, കുച്ചിരി പൂ എന്ന് പറയും നമ്മൾ ഇതിനെ. ആ ഭാഗമൊക്കെ കാണാൻ അടിപൊളിയാണേ. അടിപൊളിയെന്ന് വെച്ചാൽ ഇവിടെ വന്ന് കാണുമ്പോഴേ അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ. ഏതാണ് കേട്ടോ കാരിക്കറ്റിലെ കോവിൽ എന്ന് പറയുന്നത്. കണ്ട, ഒരുപാട് കല്ലുകൂട്ടങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഇവിടെയാണ് പൂജ ചെയ്യാറ്. താഴെ ഒരു ക്ഷേത്രമുണ്ട്, അപ്പോൾ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഈ നമ്മളെ വനസങ്കല്പത്തിൽ വനദേവതമാർക്ക് വേണ്ടിയിട്ടുള്ള പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. കാരിക്കറ്റ് കോവിലാണ്. താഴെ ഗണപതിയും കോവിൽ. ഇത് ശരിക്കും എന്താണ് ഇവിടുത്തെ ഒരു സങ്കല്പം എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇവിടെ കണ്ട ഒരുപാട് ഇങ്ങനെ കല്ലുകൂട്ടങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ വിചാരിക്കും പാറകളാണെന്ന്. പക്ഷേ ഇവിടുത്തെ നമ്മളെ ഒരു ആചാരപ്രകാരം ഇത്തരം കല്ലുകളെയൊക്കെയാണ് പൂജിച്ച് നമ്മളൊരു വനസങ്കല്പത്തിൽ ഓരോ ദേവതമാരൊക്കെ ആയിട്ട് സങ്കല്പിച്ച് പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പൂജകൾ ചെയ്യുകയും ചെയ്യും, അതുപോലെ തിരി കത്തിക്കുകയും ചെയ്യും. ഈ ഒരു ഭാഗം ഇത്രയും. അപ്പോൾ ഞാൻ പിന്നെ അതിനകത്തോട്ട് കയറിയില്ല. നല്ല കാറ്റൊക്കെ കൊണ്ട് ഈ വ്യൂ പോയിൻറ്റിലൂടെ ഇങ്ങനെ നടക്കാനായിട്ട് എന്ത് രസമാണെന്നറിയാവോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇവിടെ വരുമ്പോൾ മനസ്സിനൊരു റിലാക്സേഷൻ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കൊക്കെ വരുന്നത്. പിന്നെ നമുക്കൊരു വീഡിയോ എടുക്കേണ്ട ഒരു കണ്ടൻറ്റുമായി. അപ്പം നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇവിടുത്തെ നല്ല നല്ല കാഴ്ചകൾ വരാൻ പറ്റാത്ത ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. കാരണം ഇവിടെ പെർമിഷൻ ഇല്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരുപാട് ഓഡിയൻസിനും ഇവിടെ വരാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ ചാനലിലൂടെ കാണാൻ പറ്റാത്ത കാഴ്ചകൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ വ്യൂ കണ്ട, ഈ കാണുന്നതാണ് കല്ലുവാഴ എന്ന് പറയുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഇത് കാട്ടിലുള്ള ചെടിയാണ് കല്ലുവാഴ എന്ന് പറയുന്നത്. ഇതിൽ കൊലയൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതെന്തോ മരുന്നിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതെനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ഈ കല്ലുവാഴയെ കുറിച്ച്. അപ്പോൾ ഇതാണ്, ഇത് കല്ലുകൂട്ടത്തിലേ ഉണ്ടാകാറുള്ളൂ കേട്ടോ ഈ ഒരു വാഴ എന്ന് പറയുന്നത്. താഴെ കാണുന്നത് കാണുന്നതുണ്ടോ, കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാണുന്നതാണ് നമ്മുടെ നെയ്യാർ റിസർവോയറാണ് കേട്ടോ. നെയ്യാർ ഡാമാണ് കാണുന്നത്. അപ്പോൾ നെയ്യാർ ഡാമിൻ്റെ വ്യൂ ആണ് ഇവിടെ നിന്ന് കാണുന്നത്. അപ്പോൾ അതിൽ ഈ തൊട്ട് താഴെ കാണുന്നത് എറുമ്പിയാട് ആണ്. എറുമ്പിയാട് പ്ലാത്ത് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തില്ലേ, ഒരു വനവാസി ഊര്. അപ്പോൾ ആ ഊരിലെ സംഭവമാണ് ഈ താഴെ കാണുന്നതല്ലേ. ആ ഊരിലെ കാഴ്ചകളൊക്കെയാണ്. പട്ടി അങ്ങോട്ടോ പോയിരിക്കുകയാണ്. അപ്പോൾ ഷൂളടിച്ച പട്ടി വരും. പറഞ്ഞുണ്ട് കേട്ടോ, ഷൂളടിച്ച പട്ടി വരും.
പുള്ളിക്കാരൻ കയറി വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങ് മേകളിൽ വന്ന് കണ്ടോ വരുന്നുണ്ട്. ഡോവി വാ വാ. അപ്പോൾ ഡോവിയെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഡോവി വാടാ നമുക്ക് പോകാം വാ. ഡോവി എൻ്റെ കൂടെ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ കണ്ട നെയ്യാർ ഡാമിൻ്റെ റിസർവോയറൊക്കെ കാണുന്ന ആ ഒരു സ്ഥലത്ത് നിന്നിട്ടും നമ്മൾ ഒരുപാട് കുറച്ചങ്ങ് മുന്നിലോട്ട് പോകുമ്പം ഇതിനെക്കാട്ടിലും അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഡോവി ജെറ്റ് വിട്ടോലെ പോവുകയാണ്. ഈ പുള്ളിക്കാരൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ അടങ്ങി നിൽക്കില്ല. പോക്കെന്ന് വെച്ചാൽ ഭയങ്കര പോക്കാണ് ഇപ്പോൾ. അപ്പോൾ കണ്ട ഈ ഒരു സ്ഥലവും കണ്ട ഈ ഒരു ക്ലാരിറ്റിയിൽ കാണാൻ എന്ത് രസമാണല്ലേ, എന്ത് രസമാണെന്ന്. അപ്പോൾ ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച് മേടിച്ചൊരു സംഭവമാണ് ഈ ഒരു ഗോപ്രോ എന്ന് പറയുന്നത്. കാരണം 9 തന്നെ എടുത്തു. കാരണം 9ലാണ് നല്ല ക്ലാരിറ്റി ഉണ്ടോ, ഈ ഒരു ക്ലാരിറ്റി ഉണ്ടോ, എന്ത് രസമാണല്ലേ ഈ ഒരു 9 ക്യാമറയിലൂടെ ഇങ്ങനെ കാണാനായി. നല്ല കാറ്റടിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഭാഗത്തെ കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ കമൻ്റ് ഇടുക. നമ്മളെ ഓഡിയൻസ് തന്നെ കമൻ്റ് ഇടുക എങ്ങനെയാണ് ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ എന്ന്. അപ്പം നമ്മൾ ഇതിലേ ഇനി കുറേ അങ്ങ് മുന്നോട്ട് നടന്ന് ഏകദേശം ഒരു 50 മീറ്റർ അധികം ഇല്ല, 50 മീറ്ററിലധികം പോകുമ്പം കാരിക്കറ്റ് വ്യൂ പോയിൻറ്റിൻ്റെ ഈ ഒരു ഏരിയകളെല്ലാം തീരുകയാണ് കേട്ടോ. ഈ ഒരു സ്ഥലമെല്ലാം നല്ല പച്ചപ്പാണ് കണ്ട, എല്ലാ സ്ഥലവും നല്ല പച്ചപ്പാണ്. പച്ചപ്പ് പിടിച്ച് കിടക്കുന്ന ഈ ഒരു സ്ഥലം നമുക്ക് ഈ ഒരു ഫ്രെയിമിലൂടെ കാണാൻ എന്ത് രസമാണല്ലേ. അങ്ങനെ അവിടെ നിന്ന് നടന്ന് അടുത്തൊരു പാറയിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാറ എൻ്റെ അപ്പോ ഒരു രക്ഷയില്ല കേട്ടോ. ഒരു നിരന്ന പാറ, ഇവിടെ നിന്ന് കിട്ടുന്ന വ്യൂ ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒമ്പോ പറയാതിരിക്കാൻ വയ്യ. അത്തരത്തിലുള്ളൊരു വ്യൂ ഉണ്ടോ ഒമ്പോ. ഈ താഴെ സൈഡ് ഉണ്ടോ കൊക്കയാണ്, അതങ്ങ് താഴെ സൈഡ് ഉണ്ടോ വെറും കൊക്കയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കൊക്കയാണ്. പക്ഷേ ഇവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു കാഴ്ചയുണ്ടല്ലോ, ആ ഒരു വ്യൂ ഉണ്ടല്ലോ ഒമ്പോ പറയാതിരിക്കാൻ വയ്യ. അത്രയ്ക്കും മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ്. കൂട്ടത്തുനിന്ന പട്ടിയെ കാണാനില്ല. ഇനി അപ്പുറത്തായിട്ടും പോയിട്ട് വിളിക്കാം. ഡോവി 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 ബാ 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 ബാ. ആ കണ്ട് ഈ പട്ടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൊണ്ടുവന്നത് ഒരു കണക്കിന് നല്ലതും ഒരു കണക്കിന് അബദ്ധമാണ്. കാരണം പട്ടി എവിടെയും സ്ഥിരമായിട്ട് നിൽക്കില്ല നമ്മളെ നോക്കി. പട്ടിയുടെ തോന്നിയ അവസ്ഥ അനുസരിച്ചുള്ള പോക്കാണ്. കതിർമുടിക്കാരിയും നെയ്യാർ ഡാമും അതുപോലെ നിൽക്കുന്നൊരു പാറ ഉണ്ട്, അത് തമിഴ്നാടിൻ്റെ ഭാഗമാണ്. ആ സൈഡെല്ലാം തമിഴ്നാടാണ് കേട്ടോ. ആ ഡാമിൻ്റെ റിസർവർ കാണുന്ന ആ ഒരു ഭാഗം, ആ ഒരു പാറയ്ക്ക് ഇപ്പുറമേ ഉള്ളൂ കേരളം. അത് കഴിഞ്ഞാൽ അതിന് പിറകിൽ തമിഴ്നാടാണ്, നമ്മുടെ തിരുനെൽവേലി ജില്ലയാണ് കേട്ടോ ആ ഒരു സൈഡ്. അപ്പം നമ്മൾ ആ ഒരു ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ കാണാനൊക്കെ അടിപൊളിയാണ്. നമ്മൾ ആ കാണുന്ന സ്ഥലത്താണ് ആയിരങ്കാൽ എന്ന് പറയുന്ന, ഞാൻ കഴിഞ്ഞ മാസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, ആ ഒരു സ്ഥലമാണ് കേട്ടോ ആയിരങ്കാൽ ഊരെന്ന് പറയുന്നത്. ഒരു ട്രൈബൽ ഊര്, അതാണ് തൊട്ട് താഴെ നമ്മുടെ എറുമ്പിയാട്, പ്ലാത്ത് എന്ന് പറയുന്ന ഊരുകൾ. അപ്പം ഈ ഒരു ഊരിലുള്ളവരൊക്കെ ഇടയ്ക്കൊക്കെ ഈ ഒരു നമ്മുടെ ഈ ഒരു കാരിക്കറ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തേക്ക് വരികയും ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് ഇരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു സ്ഥലങ്ങളിലേക്ക് വരാനായിട്ട് പെർമിഷൻ എടുക്കാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു സ്ഥലത്ത് വന്ന് വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ വളരെ മരങ്ങൾ കുറവായിരുന്നു. അപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് വരുമ്പം കണ്ടോ ഒരുപാട് മരങ്ങളുണ്ട്. ഇപ്പം മൊട്ടക്കുന്നേ പറയത്തില്ല. ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് വ്യൂകളും കുറവാണ്, കാരണം മരങ്ങൾ ഒരുപാടായതുകൊണ്ട് തന്നെ കണ്ട ഈ ഒരു ഭാഗം കണ്ട, ഈ ഒരു ഭാഗത്തൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് കണ്ട. ഇവിടെ നിന്ന് താഴേക്ക് നമുക്ക് കാണാൻ അടിപൊളിയാണ്. പക്ഷേ ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് നോക്കിയാലോ, ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് നോക്കിയാൽ ഒന്നും കാണാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് മരങ്ങളാണ്. പിറകിലെ മൊട്ടക്കുന്നായിരുന്നു കേട്ടോ ഏറ്റവും അടിപൊളി. ഞാൻ കണ്ടതിൽ വെച്ച് ബാക്കിൽ കണ്ട ആ ഒരു മൊട്ടക്കുന്ന് തന്നെയാണ് എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയത്. കാരിക്കറ്റ് വ്യൂ പോയിൻറ്റിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ കാരിക്കറ്റ് വ്യൂ പോയിൻറ്റിലൂടെയാണ് നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാരിക്കറ്റ് വ്യൂ പോയിൻറ്റിൽ നിന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നതെന്ന് പറയുന്നത് നമ്മുടെ നെയ്യാർ ഡാമും അതുപോലെ എറുമ്പിയാട്, പ്ലാത്ത്, അതുപോലെ കതിർമുടി ആ ഒരു ഭാഗങ്ങളിലെ കാഴ്ചകളാണ്. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് നമ്മളുടെ അഗസ്ത്യാർകൂടവും നെയ്യാറും അതുപോലെ നമ്മുടെ നാച്ചിയാർ മൂട്ടയും എന്നിങ്ങനെയുള്ള ഭാഗങ്ങളുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. ഇതുവരെ നമ്മൾ കണ്ടത് ഇങ്ങ് താഴേക്കുള്ള ഭാഗങ്ങളാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാലാണ് നമ്മുടെ നാച്ചിയാർ മൂട്ട. നാച്ചിയാർ മൂട്ട ഈ കാണുന്ന സ്ഥലത്താണ് കേട്ടോ കിടക്കുന്നത്. അത് കണ്ടോ, അതാണ് നാച്ചിയാർ മൂട്ട. ഈ ഫ്രണ്ടിൽ കാണുന്നത് അഗസ്ത്യാർകൂടവും അങ്ങനെയുള്ള കാഴ്ചകളാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പുൽമേട്ടിലൂടെ തന്നെ അഗസ്ത്യാർകൂടത്തിൻ്റെയും അതുപോലെ നാച്ചിയാർ മൂട്ടയുടെയും അതുപോലെ തന്നെ നമ്മുടെ കൊന്നവര അങ്ങനെയുള്ള ഒരുപാട് പുൽമേടുകളൊക്കെ ഉള്ളൊരു കാഴ്ച നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പം അതിൻ്റെ എല്ലാം കാഴ്ചകൾ കണ്ട് നമുക്ക് പതിയെ ഈ ഒരു പുൽമേട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാം. ഇത് അവിടെ നിൽക്കുകയാണ്. ഡോയ് വാടാ പോവാം, വാ. അപ്പം ഇനി കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു കാരിക്കറ്റ് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്ന ഈ ഒരു കുഞ്ഞു പുൽമേട് ഭാഗം തീരാനായിട്ട്. ഞാനിപ്പോൾ കാണിച്ചു തരാം. കുറച്ചപ്പുറം വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ അറ്റമാവുകയാണ്. പിന്നെ അടി സൈഡിലെല്ലാം കൊക്കയും കാര്യങ്ങളൊക്കെയാണ്. അത് ഈ ഒരു സൈഡ് വരെ ഉള്ളൂ. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഏകദേശം കുറച്ച് ഏരിയ ഇവിടെ ഒന്ന് കണ്ട, ഇവിടെ ഇത്രയേ ഉള്ളൂ കണ്ട. ഇങ്ങ് അടിയിലോട്ട് താഴെ സൈഡ് മൊത്തം കൊക്കയാണ് കണ്ട. ആ സൈഡ് മൊത്തം കൊക്കയാണ്.
ആ സൈഡും അങ്ങോട്ടും ഭയങ്കര കൊക്കകളാണ്. പിന്നെ ഈ ഒരു സൈഡ് ഈ ഒരു പുൽമേടില്ല, പിന്നെ ഇവിടം വെച്ച് അങ്ങ് തീരുകയാണ്. അപ്പോൾ ഇനി നമുക്ക് മുമ്പിലൂടെ ഈ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ കാഴ്ചകൾ കണ്ട് പതിയെ നീങ്ങിയാലോ. ഈ ഒരു സ്ഥലത്തെല്ലാം എന്തോ വ്യത്യസ്തമായിട്ടുള്ളതാ ചെടികളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ട പേരയെന്ന് പറയും, പക്ഷേ പേരൊക്കെയൊന്നുമില്ല ഇതിനകത്ത്. കാട്ടിലെന്തോ ഒരു ചെടിയാണ്. പിന്നെ ഈ ഒരു പാറയിലുള്ളത് നമ്മുടെ ഈ ഒരു കാട്ടിലുള്ള ഒരു സൈസ് ഈ ഒരു നമ്മളെ നീലക്കുറിഞ്ഞിയൊക്കെ പോലുള്ള ഒരു സൈസ് പൂവുണ്ടാകുന്ന ഒരു സൈസ് തുമ്പയാണ്. ഇതായി കണ്ടത്, ഇതൊരു സൈസ് തുമ്പയാണ്. കണ്ട തുമ്പ മൊത്തം ഈ പാറകളിൽ എത്ര വേനലടിച്ചാലും ഈ സംഭവം പട്ടൊന്നും പോകത്തില്ല കേട്ടോ. പട്ടി ഇതാ അങ്ങ് പോയി. അപ്പോൾ ഇതാ ഇവിടെ ഈ കാണുന്നുണ്ട്, ഇതൊക്കെ മനോഹരമായിട്ടുള്ളൊരു പുൽമേടാണ്. അതും ഒരു പുൽമേടാണ്. പിന്നെ ഇത് ആ കാണുന്നതുണ്ട്, അത് നാച്ചിയാർമൂട്ട എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള തിരുവനന്തപുരത്തെ പുൽമേടാണ് കേട്ടോ ആ കാണുന്നത്. ഇപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ വ്യൂകളെല്ലാം തീർന്നതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് നമ്മുടെ മുമ്പിലുള്ള ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത് നാച്ചിയാർമൂട്ടയും അഗസ്ത്യാർ റോഡും ഒക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇനി ഈ ഒരു സ്ഥലത്തിലൂടെ തന്നെ പതിയെ നടന്ന് നീങ്ങാം. അപ്പം നമുക്കെന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുമ്പം നമ്മളെ കാണുന്ന ഓഡിയൻസിന് അത് ഞാൻ മാത്രമായിട്ടല്ല നടക്കുന്നത്, വീഡിയോ കാണുന്നവരും ആ ഒരു സ്ഥലത്തൂടെ പോയി എന്നുള്ളൊരു സങ്കല്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മളെ ഓഡിയൻസിന് എല്ലാവരെയും ഞാൻ പോകുന്ന സ്ഥലത്തൂടെ കൊണ്ടുപോകുന്ന ഒരു ഫീലിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഞാൻ എന്നൊക്കെ വേണമെങ്കിൽ എനിക്ക് പറയാം, പക്ഷെ ഞാൻ അങ്ങനെ പറയത്തില്ല. കയറിപ്പോയ സ്ഥലം പോലെയൊന്നുമില്ല, തിരിച്ചിറങ്ങുന്ന സ്ഥലത്തൊന്നും വെള്ളമില്ല കേട്ടോ. നമ്മൾ താഴെ നമ്മൾ വന്നപ്പോൾ ഒരു ക്ഷേത്രത്തിലൊക്കെ ഒന്ന് തൊഴുതെന്ന് പറഞ്ഞല്ലോ, ആ ഒരു സ്ഥലത്ത് പോകണം ഇനി വെള്ളം കിട്ടണമെങ്കിൽ. ഡോവിയും ആകെ വിശന്നിരിക്കുകയാണ്, പുള്ളിക്കാരന് എന്തെങ്കിലും കൊടുക്കണം. ഈ ഒരു പൂവുണ്ട്, ഇത് കാട്ടിലെ വ്യത്യസ്തമായിട്ടുള്ളൊരു പൂവാണ്, കുച്ചിരി പൂ എന്നാണ് കേട്ടോ നമ്മൾ പറയാറ്. ഇവിടെ ഒരു ഓട കാണുന്നുണ്ട് കേട്ടോ. ഡോവി ആണെങ്കിൽ അവിടെ ചെന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി നോക്കുകയാണ്. ഡോവി, വെള്ളം ഉണ്ടാടാ, നിനക്ക് കുടിക്കാൻ വെള്ളം ഉണ്ടാ? പുള്ളിക്കാരൻ അതിനകത്ത് നിൽക്കുകയാണ്. വാടാ, വെള്ളമില്ല, ബാ. പുള്ളിക്കാരന് നല്ല ദാഹമായി കേട്ടോ. ഞാൻ അപ്പോഴേ ഒരു കുപ്പിക്കകത്ത് വെള്ളം എടുത്ത് വെച്ചത്. ഡോവി, ബാ. ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ മെയിൻ ആനത്താരയാണ്. അപ്പം ആനയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിതിൽ തന്നെ നടക്കാം. ഡോവി ബാ. വാടാ ഡോവി, ബാ. അപ്പുറത്ത് വെള്ളം കുടിക്കാം കേട്ടോ. വാ പോട്ട് നമുക്ക് അപ്പുറത്ത് വെള്ളം കുടിക്കാം. അപ്പുറത്ത് വെള്ളമുണ്ട് കേട്ടോ. പട്ടിയൊക്കെ നമ്മളെ കൂടെ കാട്ടിലൊക്കെ പൊക്കഴിഞ്ഞാൽ ഒരുപാട് ദൂരം നടന്ന് വരെയൊക്കെ ചെയ്യും. പക്ഷേ വെള്ളദാഹം ഉണ്ടെങ്കിൽ പുള്ളിക്കാർക്കൊക്കെ പാടാണ് നടക്കാനായിട്ട്. നടന്നോടാ. ഡോവിക്കറിയാം ഇത്രയും ദൂരമൊന്നും വന്നിട്ടില്ല, വീടിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരന് അധികം ദാഹമില്ല, എന്നാലും ദാഹമുണ്ട്. വാടാ, വാ. ഡോവി ഇവിടെയാണെന്ന് അറിയത്തില്ല, നമ്മൾ ഏതൊരു കൊക്ക പോലെയുള്ള സ്ഥലത്ത് വന്നിട്ടുണ്ട്. നമ്മൾ കോവിൽ കണ്ട ആ ഒരു ഭാഗത്തിൻ്റെ കുറേ ഇപ്പുറമാണെന്ന് തോന്നുന്നു. നമ്മൾ മുകളിലൂടെ നടന്നു പോയതുപോലെയല്ല, താഴെ കൂടെ ഇങ്ങ് വരുമ്പം ഒരുപാട് കറങ്ങിയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൂരമുണ്ട്, നടക്കാനും അല്പം ബുദ്ധിമുട്ടാണ്. എൻ്റെ രണ്ട് കൈയിനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തകരാറ് പറ്റിയിരിക്കുകയാണ് കേട്ടോ. ഒരു കൈ പഴുത്തിരിക്കുകയാണ്, എന്ത് പറ്റിയെന്തോ. മുട്ട് മടക്കാനും നോക്കാനൊക്കെ അല്പം പാടാണ് ഇങ്ങനെ. ഈ ഒരു സ്ഥലങ്ങളിലെല്ലാം നമ്മളുടെ ഓഡിയൻസിന് എത്തിപ്പെടാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളെ വീഡിയോ കണ്ടിട്ട് ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പം ഇതാ നമ്മളങ്ങനെ രാവിലെ നടന്നു പോയ ആ ഒരു കുളത്തിൻ്റെ അങ്ങോട്ട് എത്താറായിട്ടുണ്ട്. ഡോഗ് കൂടെ വാടാ, വെള്ളമൊക്കെ കിട്ടും. വെള്ളം കുറച്ച് താഴെയുണ്ട് കേട്ടോ. അപ്പോൾ അതാ അങ്ങ് കണ്ടു ഒരു ഡാമിൻ്റെ റിസർവോയർ, കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. അത് നെയ്യാർ ഡാമല്ല, നമ്മുടെ സ്വന്തം പേപ്പാറ ഡാമാണ്. പുറകിൽ നെയ്യാർ കണ്ടു. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് പേപ്പാറ ഡാമിൻ്റെ റിസർവോയറാണ് കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഇവിടെ മൊബൈൽ ടവറുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഊരുകളിലെല്ലാം. പക്ഷേ ഈ ഒരു കാട്ടിനകത്ത് എല്ലാ സംഭവങ്ങളും പച്ചപ്പായിട്ട് കണ്ടിട്ട് ആ ഒരു ഇതാണ്ട് താഴെ കണ്ടോ, അവിടെ ഒരു ചുമപ്പ് കാണാൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ആ ഒരു ഇരുമ്പിൻ്റെ ആ ഒരു കൂട് ഇങ്ങനെ പൊങ്ങിക്കാണാം, എന്തോ ഒരു നെഗറ്റീവ് വശമായിട്ട് തോന്നും പോലെയുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു കണക്കിന് നല്ലതുമാണ്, ഒരു കണക്കിന് ടവറുകളൊക്കെ മോശവുമാണ് കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് നെറ്റ്വർക്കിൻ്റെ പ്രശ്നങ്ങൾ ഇനി ഉണ്ടാകത്തില്ല ടവറുകൾ വന്നുകൊണ്ട്. ഇവിടെ നിന്ന് അവിടെ ഒരു ടവറുണ്ട്, 1 2 3 4 ടവർ, 4 മൊബൈൽ ടവർ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വനത്തിനകത്ത് മൊത്തം ടവറായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടവറുകളിലൂടെയൊക്കെ നമ്മുടെ ഒരു നെറ്റ്വർക്ക് ഇല്ല എന്നുള്ള ആ ഒരു പരിമിതി കുറഞ്ഞ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവർ റേഡിയേഷനൊക്കെ വളരെ കുറച്ചേ ഇടത്തുള്ളൂ. ഇപ്പം ഈ ഒരു ടവറുകളുണ്ട്, ഇങ്ങോട്ട് കാണാൻ പറ്റുമെങ്കിൽ ഈ ഒരു സ്ഥലത്തോട്ടൊന്നും കിട്ടാൻ കണക്കിനൊന്നും അവരെടുത്തില്ല. നമ്മളെ ഊരുകളിൽ കിട്ടാൻ കണക്കിന് മാത്രം അതിൻ്റെ ആ ഒരു പരിധി നിശ്ചയിച്ചിടും കേട്ടോ. ഒരുപാട് ദൂരം ഇങ്ങനെ കിട്ടാൻ കണക്കിനൊന്നും കിട്ടില്ല. ഇത് അവിടെ കണ്ട ഒരു മൊബൈൽ ടവർ കാണുന്നത്. കാടിറങ്ങി നമ്മുടെ ഡോബിക്കുട്ടൻ മുന്നേ പോയി പുള്ളിക്കാരൻ. അപ്പം നമ്മൾ രാവിലെ വെള്ളം കുടിച്ച ആ ഒരു ഓടയ്ക്ക് കുറച്ച് മുകളിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പ്രാർത്ഥിച്ച ആ ഒരു സ്ഥലത്തിന് കുറച്ച് മുകളിലെത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്ന്
നമ്മൾ രാവിലെ വെള്ളം കുടിച്ച സ്ഥലമുണ്ടല്ലോ, അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ആഹാരം കഴിക്കണം. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്, അങ്ങ് ഉണ്ട് ആ ഒരു എൻ്റെ വിരളിൻ്റെ നേരെ ഉണ്ട് ഒരു വെള്ളം കാണാം, അതാണ് അണകാലിലെ മൊബൈൽ ടവർ. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോവിടാ അതിൽ താഴെ ഇറങ്ങും, അതിൽ നേരെ താഴെ ഇറങ്ങും. ചിലപ്പോൾ ഈ പട്ടി പറഞ്ഞാൽ കേൾക്കും കേട്ടോ, ചിലപ്പോൾ ഈ പട്ടി പറഞ്ഞാലേ കേൾക്കില്ല. പട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങോട്ടെങ്കിലും ഇപ്പോൾ അങ്ങനത്തെ ഒരു പട്ടിയാണ്. പോടാ പോ, താഴോട്ടിറങ്ങും നേരെ പോടാ. അപ്പം നമ്മൾ രാവിലെ വന്ന് പ്രാർത്ഥിച്ച ആ ഒരു സ്ഥലത്ത് എത്തിയാട്ടോ, അതാ ഈ ഒരു ഭാഗത്താണ് നമ്മൾ രാവിലെ വന്ന് പ്രാർത്ഥിച്ചത്. അപ്പം ഇനിയിപ്പോൾ നേരെ രാവിലെ വെള്ളം കുടിച്ച് ആ ഒരു സ്ഥലത്ത് നിന്നിട്ട് നമുക്ക് ആഹാരമൊക്കെ കഴിച്ചിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. ഇവിടെ ഏകദേശം ഒരു 2.5 കിലോമീറ്റർ ഉണ്ട് കേട്ടോ എനിക്ക് വീട്ടിലേക്ക് നടക്കാനായിട്ട്. അപ്പം ഡോവി പിന്നെ കൂടെ ഉള്ളതുകൊണ്ട് അവനും കൊണ്ടുവന്ന ആഹാരങ്ങളൊക്കെ കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇനി യാത്ര തിരിക്കണം കേട്ടോ. 2-3 ഓഡിയൻസ് നമുക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പാട്ട് പാടാൻ വേണ്ടി. അപ്പോൾ എനിക്ക് അധികം പാട്ടൊന്നും പാടാൻ അറിയത്തില്ല, എന്നാൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു കുഞ്ഞു പാട്ട് ഞാൻ പാടുകയാണ്. മിനുങ്ങും മിന്നാമിനുങ്ങേ മിന്നി തേടുന്നതാരേ, വരുമോ ചാരേ നിന്നച്ഛൻ, നെറുകിൽ തൊട്ടുതലോടി കഥകൾ പാടിയുറക്കാൻ, വരുമോ ചാരേ നിന്നച്ഛൻ, പുതുകനവാൽ മഷിയെഴുതി മിഴികളിലാദ്യം, ചിറകുകളിൽ കിലുകിലുങ്ങും തരിവളയേകി, കുഞ്ഞി ചുണ്ടിൽ പൊന്നും തേനും തന്നു മാമൂട്ടി, പിച്ച വയ്ക്കാൻ കൂടെ വന്നു കൈനീട്ടി, മിനുങ്ങും മിന്നാമിനുങ്ങേ മിന്നി തേടുന്നതാരേ, വരുമോ ചാരേ നിന്നച്ഛൻ. ഇതാ ഇവിടെ നിന്ന് വെള്ളം കുടിക്കുകയാണ്. അപ്പോൾ എൻ്റെ പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഡോവിഡ വന്ന വഴി അറിയാമല്ലോ, പട്ടികൾക്കൊരു പ്രത്യേകത ഉണ്ട് കൈസ്, അത് വന്ന വഴി അതിന് തിരിച്ചറിയാം. അത് മണം ഇങ്ങനെ പിടിച്ച് പോകും. അത് വരുന്ന സൈഡിൽ എന്തെങ്കിലും ഒരു സിഗ്നൽ പട്ടി കൊടുത്തു വയ്ക്കും. എന്നിട്ട് ആ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ മണപ്പിച്ച് നോക്കിയിട്ട് അങ്ങനെ തിരിച്ച് വന്ന വഴി കൂടെ തന്നെ പട്ടി തിരിച്ചു പോകും. അതാണ് പട്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ. ഇന്നത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു യാത്രയാണ് നമ്മൾ കാരിക്കട്ട് വ്യൂ പോയിന്റിൽ ചെയ്തത് കേട്ടോ. അങ്ങനെ നമ്മുടെ സ്വന്തം കാരിക്കട്ട് വ്യൂ പോയിൻ്റ് എന്ന ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് നിന്നും നമ്മൾ ഇന്നത്തെ യാത്ര നമ്മൾ വിട പറയുകയാണ്. അപ്പം ഡോവി നടക്ക്, നമുക്കിനി കൈതപ്പാറ പോയി ഇരിക്കണ്ടേ? പോടാ ഡോവി പോ. അപ്പോൾ നമ്മളങ്ങനെ കൈതപ്പാറയിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാനും ഡോവിയും കൂടെ കൈതപ്പാറയിൽ എത്തിയേട്ടാ. രക്ഷയില്ലാത്തൊരു സ്പോട്ടാണ് കൈതപ്പാറ. ഭയങ്കര ചെളിയാണ്. ഞാൻ പതിയാണ് നടക്കുന്നത്. ഞാൻ ഈ കാട്ടിലൊക്കെ പോകുമ്പം നമ്മൾ വ്ളോഗ് എടുക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഇത്തിരി വൃത്തിയായിരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഉള്ള ഡ്രസ്സൊക്കെ എടുത്ത് ഇടുന്നത് കേട്ടോ. കാട്ടിൽ പോകുമ്പോഴൊക്കെ വീട്ടിലിരിക്കണ കോലത്തിൽ വീഡിയോ ചെയ്യാനായിട്ട് തോന്നത്തില്ല, അതുകൊണ്ടാണ് അത്യാവശ്യം നല്ല ഡ്രസ്സൊക്കെ എടുത്ത് ഇടുന്നത് വീഡിയോസ് എടുക്കാൻ പോകുമ്പോൾ. അതാ ഈ ഇരിക്കുന്നത് ഇന്നലെ കിട്ടിയ കൂണാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് പുറകെ വരുന്നുണ്ട്. അപ്പോൾ അതും ചോറുമാണ് കൊണ്ടുവന്നത്. ഇതാ ഡോവി ഇവിടെ നിൽപ്പുണ്ട്. ഡോവിക്ക് ഇനി കൊടുക്കണം. ഡോവി കഴിക്കുമെന്ന് അറിയത്തില്ല, എന്തായാലും നമ്മൾ ഡോവിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ എന്തായാലും കഴിക്കട്ടെ. ഞാൻ കഴിച്ചതിൻ്റെ ബാക്കിയാണ്. അപ്പം ഇതിന് ഡോവിക്ക് കൊടുക്കണം. അപ്പോൾ ഈ ഒരു പാറയിൽ തന്നെ തട്ടി വെച്ച് കൊടുക്കാം, കാരണം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പാറയിൽ. ഇവിടെ മതി. അതോ വിന്നാ അവൻ തിന്നുമെന്ന് അറിയുന്നുണ്ട് നമുക്ക്, അതുകൊണ്ട് ആദ്യം ശകലം കൊടുത്തു. ഇന്നെടുത്തോ വേണ്ട ലൈഫ് ഈ പട്ടിക്ക് വേണ്ട കൈസ്. എന്നാൽ എടുത്തോ. ചുമ്മാ തട്ടി വെച്ച് കണ്ടോ, ഈ പട്ടി തിന്നൂലായിരുന്നു. മീൻ അങ്ങനെ ഇറച്ചി അങ്ങനെയൊക്കെ ആണെങ്കിൽ തിന്നും, ചില സമയത്ത് എന്നാൽ തിന്നുകയും ചെയ്യും. അങ്ങനത്തെ പട്ടിയാണത്. പട്ടിക്ക് ആഹാരം കൊടുത്തില്ല എന്നാലും പറയരുത്. പട്ടിക്ക് രാവിലെ കൊടുത്തു കേട്ടോ മീനൊക്കെ. അപ്പം പുള്ളിക്കാരനെ വേണ്ട, ഇതൊന്നും കഴിക്കില്ല. പിന്നെ വീട്ടിൽ പോയിട്ട് ഇനി കൊടുക്കാം. പിന്നെ ഞാൻ ഇത് കഴിക്കുകയാണ്. കഴിച്ച് കഴിഞ്ഞ് പാത്രം കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നേരെ ഇനി പോവുകയാണ്. അപ്പോൾ ഗൈസ്, കാരിക്കട്ടി വ്യൂ പോയിൻ്റ് എന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ലയിലെ മനോഹരങ്ങളിൽ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. നമുക്ക് നിലവിൽ പെർമിഷനുള്ള ഒറ്റയൊരു സ്ഥലമാണ് പൊന്മുടി, അതുപോലെ അഗസ്ത്യർകുട, ഇതൊക്കെയാണ് പെർമിഷനുള്ളത്. ഇതുപോലെ പെർമിഷൻ ഇല്ലാതെ നമ്മുടെ വീടിൻ്റെ അടുത്ത് കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പം ട്രക്കിങ്ങിന് അലൗഡ് അല്ലാത്ത സ്ഥലങ്ങളാണ്. അപ്പം ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റ് അലൗഡ് ആക്കുവാണെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു സ്ഥലത്തേക്ക് ട്രക്കിങ്ങിന് വരാവുന്നതാണ്. അപ്പം പാക്കേജൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് ഇതിനകത്ത് ഒരുപാട്. ട്രക്കിംഗ് അലൗഡായിട്ട് പാക്കേജ് നല്ല റേറ്റ് കൊടുത്ത് പാക്കേജിന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ ഈ ഒരു അഗസ്ത്യ വനത്തിനകത്തുണ്ട്. അപ്പം അവിടുത്തെ വീഡിയോകളെല്ലാം ഞാൻ ചെയ്യുന്നതായിരിക്കും.
അപ്പം എൻ്റെ ചാനലിലൂടെ ഇന്ന് കാരിക്കട്ടി വ്യൂ പോയിൻറ്റും അതുപോലെ തണ്ണിപ്പാറയും അതുപോലെ കൈതപ്പാറയും ഈ ഒരു 3 സ്ഥലങ്ങളുടെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് നമ്മൾ ഒരുപാട് സംഖ്യയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇനിയും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കുക. അതുപോലെ ഇതുപോലുള്ള നല്ല നല്ല കാഴ്ചകൾ എന്നാൽ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഞാൻ വീഡിയോസ് പറയുന്ന പല കാര്യങ്ങളും ആവർത്തിച്ചാണ് പറയുന്നതെന്ന്. അപ്പോൾ എനിക്കറിയത്തില്ല, ഞാൻ പറയുമ്പം പല കാര്യങ്ങൾ റിപ്പീറ്റ് അടിച്ച് വരുന്നുണ്ട്. മാക്സിമം അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ലൊരു എപ്പിസോഡുമായിട്ട് കാണാം. ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ എൻ്റെ ലൈഫിൽ നടക്കുന്ന, ഞാൻ ചെയ്യുന്ന എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള യാത്രകളെല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എങ്ങനെയാണോ യാത്ര ചെയ്യുന്നത് ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ലൊരു എപ്പിസോഡുമായിട്ട് കാണാം. ഞാൻ സജിത്ത്. ഞാൻ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ അടുത്ത് ഇതുപോലെ ഏതെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിലെ യാത്രകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. അപ്പം എല്ലാ സുഹൃത്തുക്കൾക്കും ബായ്.